ഒരു ക്ലൗഡ് എഞ്ചിനീയറാണ്. അപ്പോൾ സോ ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്ലൗഡ് ടെക്നോളജി. ഞാൻ അത് ക്ലിയർ ചെയ്യാണ് ഫോർ റെക്കോർഡിങ്സ് ആണല്ലോ. എനിക്ക് എന്ത് ചെയ്തു, AWS എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ AWSനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ അത് വേറെ ഒരു സാധനം, അത് ഞാൻ വേറെ ക്ലാസ് വെക്കുന്നതായിരിക്കും ബെറ്റർ. AWS ഒരു കടലാണ് പറയാം. അപ്പോൾ AWSൽ എനിക്ക് കുറച്ച് മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ EC2 എന്നൊക്കെ പറയുന്നത് ആമസോൺ മെഷീൻ, ഒരു വെർച്വൽ മെഷീൻസ് ആണ്. വെർച്വൽ മെഷീൻസിനെ ചില സിറ്റുവേഷൻസിൽ എനിക്ക് ചില മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ സമയം പറയണം 5 മണിക്ക് ശേഷം ആ മെഷീൻ റണ്ണിങ് സ്റ്റേറ്റ് ആണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യണം. ഓട്ടോമേഷൻ, വൺ ഓഫ് ദി ഓട്ടോമേഷൻ ആണ്. പിന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്ന മെഷീൻ അതിലുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം, കാരണം അത് അൺവാണ്ടഡ് ആണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ പറയും ഈ പറഞ്ഞ ലൂപ്പിലൂടെ പോയതിന് ശേഷം ഏതെങ്കിലും ഒരു മെഷീൻ സ്റ്റേൽ സ്റ്റേറ്റ്, അതായത് റണ്ണിങ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള യൂസ് കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ നമ്മുടെ റിയൽ പ്രോജക്ട്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിലേക്ക് കാണാൻ വേണ്ടിയുള്ളതാണ്. എന്നാൽ പ്രോഗ്രാമാറ്റിക് ആക്സസിൽ നമ്മളല്ല സംസാരിക്കുന്നത്, പ്രോഗ്രാംസ് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്ക് പോയി ഒരു കാര്യം ചെയ്യാനല്ല, അതിനൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിനെ കൊണ്ട് ജയിപ്പിക്കലാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. ഓട്ടോമേഷൻ നല്ല വെബ് ടെക്നോളജീസ് ആയാലും എല്ലാത്തിനും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഡേറ്റ ജെയ്സണിലാണ്, എന്ന് വെച്ചാൽ ഡിക്ഷണറി ഫോർമാറ്റിലായിരിക്കും തിരിച്ച് അങ്ങോട്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരും നമ്മളെ മെഷീനും ഈ പറഞ്ഞ രണ്ട് സർവീസുകൾ നമ്മളെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഈ പറഞ്ഞ ജെയ്സൺ ഫോർമാറ്റിലാണ്, എന്ന് വെച്ചാൽ ഡിക്ഷണറി ഫോർമാറ്റിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ വിളിക്കാം. കമ്പ്യൂട്ടേഴ്സിൻ്റെ അല്ലെ പറഞ്ഞ ഇന്റർനെറ്റിൻ്റെ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസിൻ്റെ ഒക്കെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആണ് ഈ പറഞ്ഞ ജെയ്സൺ. ജാവ സ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ, ഒബ്ജക്റ്റ് നോട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബ്രൗസർ നിങ്ങളുടെ സെർവറിലേക്കൊരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു സെർവർ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെർവർ റെസ്പോൺസ് കൊടുക്കുന്നത് ജെയ്സണിലായിരിക്കും. അത് ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം കാണിക്കാം. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഡേറ്റാബേസിലെ പ്ലേസ് ഹോൾഡർ എൻ്റെ എക്സാമ്പിൾ നോക്കട്ടെ. ഇതെന്നെ എടുക്കാം. ഞാനിതൊരു API സെർവറാണ്. API സെർവറിലേക്ക് നിങ്ങളൊരു പിങ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരിക്കും. കേട്ടോ, ഇതൊരു ജെയ്സൺ ഡേറ്റയാണ്, ഇത് ലിസ്റ്റാണ്. ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, നല്ല ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിനകത്ത് ഓരോ ഒബ്ജക്ട്സ് ഉണ്ട് കേട്ടോ, 1 2 3. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.